നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിൽ സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 85 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയതായി ആക്ഷേപം. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് ബാങ്ക് പ്രസിഡന്റ് AV ചന്ദ്രൻ. ബാങ്കിന്റെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമ പ്രവർത്തകന് നേരെ ബാങ്ക് സെക്രട്ടറിയുടെ ഭർത്താവിന്റെ ഭീഷണിയും കയ്യേറ്റ ശ്രമവും. പാലിയേക്കര ടോൾ പ്ലാസയിൽ പുതുക്കിയ നിരക്കുകൾ ഞായറാഴ്ച നിലവിൽ വരും. നിരക്ക് വർധനവിനെതിരെ തിങ്കളാഴ്ച ഹൈക്കോടതി വാദം കേൾക്കാനിരിക്കെ തിരക്കിട്ട് ഞായറാഴ്ച തന്നെ നിരക്ക് വർദ്ധിപ്പിക്കുന്ന നീക്കം ജനങ്ങളോടും നിയമവ്യവസ്ഥയോടുമുള്ള വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ്. ശക്തമായ കാറ്റിൽ പോങ്കോത്രയിൽ തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. വീട് ഭാഗികമായി തകർന്നു. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡലിന് അർഹനായ ഗുരുവായൂർ ACP TS സിനോജിനെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റി ആദരിച്ചു. ഓണവിപണി ലക്ഷ്യമിട്ട് നട്ട ചെണ്ടുമല്ലി കൃഷി നേരത്തെ വിളവെടുപ്പിന് ഭാഗമായത് കർഷകർക്ക് തിരിച്ചടിയായി. സംഗീത സംവിധായകൻ സലിൽ ചൗധരിയുടെ ഓർമ്മദിനമായ സെപ്റ്റംബർ 5 വൈകുന്നേരം 4 മുതൽ 6 വരെ കൊടകരയിലെ സ്നേഹ മ്യൂസിയത്തിൽ സലീൽ സംഗീത സന്ധ്യ അരങ്ങേറുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിൽ സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 85 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയതായി ആക്ഷേപം. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് ബാങ്ക് പ്രസിഡന്റ് AV ചന്ദ്രൻ. ബാങ്കിന്റെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമ പ്രവർത്തകന് നേരെ ബാങ്ക് സെക്രട്ടറിയുടെ ഭർത്താവിന്റെ ഭീഷണിയും കയ്യേറ്റ ശ്രമവും. ബാങ്കിന്റെ മുൻ ഭരണസമിതി അംഗമായ നൈജോ കാച്ചപ്പള്ളി മറ്റൊരാൾ ബാങ്കിൽ കുടിശ്ശികയാക്കിയിരുന്ന വായ്പയ്ക്ക് ഈടുവെച്ച ഭൂമി കടം വീട്ടാതെ വാങ്ങി അത് ഈടുവെച്ച് 85 ലക്ഷം തട്ടിയെന്നാണ് ആരോപണം. കടം വീട്ടാതെ ഭൂമിയുടെ രേഖ സംഘം നൽകില്ലെന്നിരിക്കെ അതേ ഭൂമി നൈജോ രജിസ്റ്റർ ചെയ്തു വാങ്ങിയെന്നാണ് കണ്ടെത്തൽ. ഒരു രേഖയും ഈട് നൽകാതെ സംഘത്തിൽ നിന്ന് സ്വന്തം പേരിലും അമ്മയുടെ പേരിലും 41.51 ലക്ഷം രൂപ വായ്പ എടുത്തുവെന്നും ഈ തുക ഉപയോഗിച്ച് ഭൂമിയുടെ ഈടിലുള്ള കടം വീട്ടി ആധാരം തിരിച്ചെടുത്തുവെന്നുമാണ് പറയുന്നത്. പിന്നീടാണ് ഇത് സംഘത്തിൽ ഈടുവെച്ചത്. 41.51 ലക്ഷം രൂപ വായ്പയെടുത്ത് ഭൂമിക്ക് സംഘം കണ്ട വില 29.88 ലക്ഷമാണ്. ഇതിന്റെ പകുതി മാത്രമേ വായ്പ നൽകാൻ പാടുള്ളൂവെന്ന നിയമം നിലനിൽക്കെയാണ് 41.51 ലക്ഷം വായ്പ നൽകിയത്. പണമൊന്നും തിരിച്ചടയ്ക്കാതെ വായ്പ പുതുക്കി. മാർച്ച് 31 വരെ ഇതിന്റെ കുടിശ്ശിക 85.28 ലക്ഷമാണ്. വായ്പ എടുക്കുന്നതിന് ക്രമക്കേട് നടത്തിയതിന് പോലീസിൽ കേസ് കൊടുക്കാനും മറ്റു നിയമ നടപടികൾ സ്വീകരിക്കാനും ജോയിന്റ് രജിസ്ട്രാർ സംഘം സെക്രട്ടറിക്കും അസിസ്റ്റന്റ് രജിസ്ട്രാർക്കും നിർദ്ദേശം നൽകിയെന്നും പറയുന്നു. എന്നാൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പാർട്ടിയുടെ സമ്മർദ്ദം കാരണമാണ് നടപടി വൈകുന്നതെന്നുമാണ് ആരോപണം. പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിൽ ആമ്പല്ലൂർ യൂണിറ്റ് ഇൻസ്പെക്ടർ നടത്തിയ പരിശോധനയിൽ ഗുരുതര അപാകത കണ്ടെത്തിയതായി സഹകരണ മന്ത്രി VN വാസവൻ ജൂൺ 24 നിയമസഭയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നൈജോവിന്റെ പേരുള്ള സ്ഥലം വെച്ചിട്ടാണ് ഇവിടെ ലോൺ എടുത്തിട്ടുള്ളതെന്നും അയാൾ വേറെ വായ്പ വെച്ച ആളുടെ ഭൂമി വാങ്ങി എന്നത് ശരിയാണെന്നും എന്നാൽ അയാളുടെ പേരുള്ള ഭൂമി മാത്രമാണ് ലോൺ എടുത്തിട്ടുള്ളതെന്നും ബാങ്ക് പ്രസിഡന്റ് AV ചന്ദ്രൻ പറഞ്ഞു. ബാങ്കിന് എത്ര നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പറയണമെങ്കിൽ നൈജുവിന്റെ ഭൂമിയുടെ ലേലം കണക്കാക്കി മാത്രമേ നഷ്ടം പറയാൻ സാധിക്കുന്നുവെന്നും പറഞ്ഞു. ഭൂമി നിയമപരമായി നടപടി പൂർത്തീകരിച്ച് നഷ്ടം നികത്താൻ സാധിച്ചില്ലെങ്കിൽ നൈജുവിന്റെ പേരിലുള്ള വേറൊരു ഭൂമി ഉണ്ടെങ്കിൽ അതിലും നടപടിയെടുക്കാൻ നിയമപരമായി അവകാശമുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. കൊടകര ഫാർമേഴ്സ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ഞായറാഴ്ച നടക്കുന്നതിനാലാണ് ഈ സംഭവം എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രമുഖൻ ശ്രമിക്കുന്നതെന്നും പ്രസിഡന്റ് ആരോപിച്ചു. ബാങ്കിന്റെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമ പ്രവർത്തകനായ സരീഷ് വരന്തരപ്പിള്ളിക്ക് നേരെ ബാങ്ക് സെക്രട്ടറിയുടെ ഭർത്താവിന്റെ ഭീഷണിയും കയ്യേറ്റ ശ്രമവും ഉണ്ടായി. സംഭവത്തിൽ KJU തൃശൂർ മേഖലയും പുതുക്കാട് പ്രസ് ക്ലബും പ്രതിഷേധിച്ചു. ബാങ്ക് സെക്രട്ടറിയുടെ ഭർത്താവിനെതിരെ പുതുക്കാട് പോലീസിൽ പരാതി നൽകി. അദ്ദേഹം വായ്പെടുത്തിട്ടുണ്ട്. വായ്പെടുത്തു
അതിന് കൊടകരയിലുള്ള സ്ഥലം അതിന് ഈടായിട്ട് നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ വാല്യുവേഷനൊക്കെ നോക്കി ഇപ്പോൾ പലിശയും അതൊക്കെ വന്നപ്പോൾ ഒരു ലേശം വാല്യുവേഷനിൽ വല്ല വ്യത്യാസം വന്നിട്ടുണ്ടാവും. അതല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ബാങ്കിന് നഷ്ടം എത്ര രൂപയാണ് കിട്ടാനുള്ളത്? ബാങ്കിന് ഇപ്പോൾ കിട്ടാനുള്ളത് 85,37,013 രൂപ മൊത്തം. എങ്ങനെ ഈടാക്കാനാണ് വിചാരിക്കുന്നത്? അങ്ങനെ അവിടെ ഈട് തന്നിട്ടുള്ള ഭൂമി അത് ഇപ്പം അതിൻ്റെ ARC കഴിഞ്ഞു, ET കഴിഞ്ഞു, ഇപ്പം അതിൻ്റെ ജപ്തി നടപടികളുടെ ഫസ്റ്റ് നോട്ടീസും കൊടുത്തു. ഇനി അത് സ്വാഭാവികമായിട്ടും ആ നടപടികളിലൂടെ എടുക്കും. അതുകൊണ്ട് മതിയാകുമോ? മതിയാകില്ലെങ്കിൽ അങ്ങനെ പേരിലുള്ള വേറെ ഏത് സ്വത്തുണ്ടെങ്കിലും എടുക്കാനുള്ള എല്ലാവിധ നിയമപരമായ അവകാശം സംഘത്തിനുണ്ട്. ഇവരുടെ റിപ്പോർട്ടിൽ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ അണ്ടർവാല്യൂഡായ ഭൂമിയിന്മേൽ ലോൺ കൊടുത്തു. ഒരിക്കലും ശരിയല്ല. അന്ന് വാല്യുവേഷൻ ഉണ്ട്. എന്റെ റിപ്പോർട്ടല്ല. ആ. രണ്ട്, മറ്റൊരാളുടെ ഇവിടെ ഈടുള്ള ഭൂമി കാണിച്ച് ലോൺ എടുത്തു. ശരിയാണോ? അതല്ല, അയാളുടെ പേരിലുള്ള ഭൂമി മാത്രമാണ് ഈട് വെച്ചിട്ട് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത്. അയാള് വേറെ ഇവിടെ വായ്പ വെച്ച ഒരാളുടെ ഭൂമി വാങ്ങിച്ചു എന്നുള്ളത് ശരിയാണ്, നേരാ. എന്നാൽ ഈ വായ്പ എടുക്കുന്നത് അയാളുടെ പേരിലുള്ള ഭൂമി ഇവിടെ വായ്പ വെച്ചിട്ടാണ്, അല്ല പ്ലഡ്ജ് ചെയ്തിട്ടാണ്. പുതുക്കാട് ടൗൺ കോപ്പറേറ്റീവ് സഹകരണ സംഘത്തിൽ നിന്ന് കൊടകരയിലെ CPM നേതാവ് വൻതുക തട്ടിയെടുത്ത സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് നേതാക്കൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കുറ്റാരോപിതനായ നേതാവ് ഭാരവാഹിയായിട്ടുള്ള പാർട്ടിയാണ് കൊടകരയിലെ ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ ഭരണം കൈയാളുന്നതെന്നിരിക്കെ ഞായറാഴ്ച ഫാർമേഴ്സ് ബാങ്കിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എത്രത്തോളം ജനാധിപത്യപരമായിരിക്കുമെന്നതിൽ ആശങ്കയുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കൊടകര ഫാർമേഴ്സ് സഹകരണ ബാങ്കിലും ക്രമക്കേടുകളുണ്ടെന്നും ബാങ്ക് ലാഭത്തിലാണെന്ന് പറയുമ്പോഴും അതിലെ അംഗങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. കർഷകരുടെ പേരിൽ സ്ഥാപിതമായിട്ടുള്ള ബാങ്കിന് കീഴിൽ നേരത്തെ ഉണ്ടായിരുന്ന വളം ഡെപ്പോയും കൊയ്ത്ത് യന്ത്രവും ഇപ്പോൾ ഇല്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സദാശിവൻ കുറുവത്ത്, മണ്ഡലം പ്രസിഡന്റ് ആൻഡ്രു വെട്ടുപറമ്പിൽ, ഷൈൻ മുണ്ടക്കൽ, രഞ്ജിത്ത് കൈപ്പുള്ളി, T വിനയൻ, VR രഞ്ജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുതുക്കാട് ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൽ 85 ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയെന്ന് CPMന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതി കണ്ടെത്തിയിരിക്കുകയാണ്. ആ റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതുപോലെ ഈ ഡിപ്പാർട്ട്മെന്റ് പൂഴ്ത്തിവെക്കുകയും അത് കഴിഞ്ഞ മാർച്ച് മാസം 27-ാം തീയതി കൊടുത്ത റിപ്പോർട്ട് അതിൽ സ്വാഭാവികമായും ഡിപ്പാർട്ട്മെന്റ് തന്നെ ശുപാർശ ചെയ്തതാണ് ക്രിമിനൽ നടപടി, പോലീസുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട്. ദേശീയപാത 544-ൽ തൃശൂർ അങ്കമാലി ഇടപ്പള്ളി റോഡിലെ പാലിയേക്കര ടോൾ പ്ലാസയിൽ പുതുക്കിയ നിരക്കുകൾ ഞായറാഴ്ച നിലവിൽ വരും. ഇത്തവണ ടോൾ നിരക്കുകളിൽ കാര്യമായ മാറ്റമില്ല. ഒറ്റ ദിവസ ടോൾ നിരക്കിൽ ആകെയുള്ള മാറ്റം ബസിനും ലോറിക്കും ഒന്നിൽ കൂടുതലുള്ള ട്രിപ്പുകൾക്ക് 5 രൂപ വർദ്ധിച്ച് 485 രൂപ ആയെന്നതാണ്. ഒരു ഭാഗത്തേക്കുള്ള എല്ലാത്തരം വാഹനയാത്രകൾക്കും നിലവിലെ നിരക്ക് തന്നെ തുടരും. അതേസമയം മാസനിരക്കുകൾക്ക് എല്ലാ ഇനം വാഹനങ്ങൾക്കും 10 മുതൽ 40 രൂപ വരെയുള്ള വർധനയുണ്ട്. നിരക്കുകൾ ഇങ്ങനെ: കാർ, ജീപ്പ് വിഭാഗങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് 90 രൂപ, 24 മണിക്കൂറിനുള്ളിലെ ഒന്നിൽ കൂടുതൽ ട്രിപ്പുകൾക്ക് 140 രൂപ, ഒരു മാസത്തേക്കുള്ള നിരക്ക് 2760 രൂപ, നിലവിലെ നിരക്ക് 2750 രൂപ. ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് 160, ഒന്നിൽ കൂടുതൽ ട്രിപ്പ് 240, ഒരു മാസത്തേക്ക് 4830, നിലവിലെ നിരക്ക് 4815 രൂപ. ബസ്, ട്രക്ക് ഒരു ഭാഗത്തേക്ക് 320, ഒന്നിൽ കൂടുതൽ ട്രിപ്പുകൾക്ക് 485 രൂപ, നിലവിലെ നിരക്ക് 480 രൂപ, ഒരു മാസത്തേക്ക് 9660 രൂപ, നിലവിലെ നിരക്ക് 9635 രൂപ. മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് 515, ഒന്നിൽ കൂടുതൽ യാത്രകൾക്ക് 775, ഒരു മാസത്തേക്ക് 15525, നിലവിലെ നിരക്ക് 15485 രൂപ. ഞായറാഴ്ചയാണ് പരിഷ്കരിച്ച ടോൾ നിരക്ക് ഇവിടെ പ്രാബല്യത്തിൽ വരുന്നത്. പാലിയേക്കര ടോൾ നിരക്ക് വർധനവിനെതിരെ കോൺഗ്രസ് നൽകിയ ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതി വാദം കേൾക്കാനിരിക്കെ തിരക്കിട്ട് ഞായറാഴ്ച തന്നെ നിരക്ക് വർദ്ധിപ്പിക്കുന്ന കരാർ കമ്പനിയുടെ നീക്കം
ജനങ്ങളോടും നിയമവ്യവസ്ഥയോടുമുള്ള വെല്ലുവിളിയാണെന്ന് DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. കരാർ ലംഘനത്തിന് കരാർ കമ്പനിക്ക് 2128.72 കോടി രൂപ NHAI പിഴ ചുമത്തിയ സാഹചര്യത്തിലും കരാർ പ്രവർത്തികളും സേഫ്റ്റി ഓഡിറ്റിൽ നിർദ്ദേശിച്ച സുരക്ഷാ പ്രവർത്തികളും ചെയ്തു തീർക്കാത്ത സാഹചര്യത്തിലും സെപ്റ്റംബർ 1 മുതൽ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള കരാർ കമ്പനിയുടെ നീക്കം NHAIയും സർക്കാരും ഇടപെട്ട് തടയണമെന്ന് ലീഗൽ നോട്ടീസ് വഴിയും കത്തുമുഖാന്തരവും കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നുവെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. അതിന് മറുപടിയൊന്നും ലഭിക്കാതിരുന്നതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ ഹർജി ബോധിപ്പിച്ചത്. 2023 നിരക്ക് വർധനവിനെതിരെയാണ് നിലവിൽ ഇടക്കാല ഹർജി ബോധിപ്പിച്ചത്. ആയതിന് കരാർ കമ്പനി, NHAI, സർക്കാർ എന്നിവർക്ക് നോട്ടീസ് നൽകി തിങ്കളാഴ്ച വാദം കേൾക്കാനായി കോടതി വെച്ചിരുന്നതാണ്. നോട്ടീസ് ലഭിച്ച് വിചാരണ തീയതി അറിഞ്ഞിട്ട് കേവലം ഒരു ദിവസം കാത്തിരിക്കാൻ തയ്യാറാകാതെ തിരക്കിട്ട് വർധനവ് നടപ്പിലാക്കുന്ന കരാർ കമ്പനിയുടെ നടപടി നീതിന്യായ വ്യവസ്ഥയ്ക്ക് നിരക്കാത്തതാണെന്നും കോൺഗ്രസ് നേതാവ് പറഞ്ഞു. ലീഗൽ നോട്ടീസും കത്തും നൽകിയിട്ടും നിരക്ക് വർദ്ധിപ്പിക്കാൻ NHAIയും സംസ്ഥാന സർക്കാരും അനുമതി നൽകിയത് ഗുരുതരമായ വീഴ്ചയാണെന്നും ടാജറ്റ് ആരോപിച്ചു. ആകെ ചെലവ് വന്ന 721 കോടി രൂപയ്ക്ക് രണ്ടിരട്ടിയായ 1450 കോടി രൂപ പിരിച്ചിട്ടും കരാർ കമ്പനി ഇനിയും ജനങ്ങളെ കൊള്ളയടിക്കുന്നത് തടയാൻ വേണ്ടിയാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശക്തമായ കാറ്റിൽ തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. വീട് ഭാഗികമായി തകർന്നു. പറപ്പൂക്കര പൊങ്കോത്രയിൽ മണപ്പാടൻ അനിൽദാസിന്റെ വീടിന്റെ മുകളിൽ കൂടിയാണ് തൊട്ടടുത്ത വീട്ടിലെ തെങ്ങ് കടപുഴകി വീണത്. ശനിയാഴ്ച പുലർച്ചെ 1:30 സംഭവം. അടുക്കളയും സ്റ്റോർ റൂമും പൂർണ്ണമായും തകർന്നു. വീട്ടുകാർ മറ്റൊരു മുറിയിലായിരുന്നതിനാൽ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡലിന് അർഹനായ ഗുരുവായൂർ ACP TS സിനോജിനെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റി ആദരിച്ചു. അനുമോദന സദസ്സ് KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷനായി. ഉപകാര സമർപ്പണവും സർവീസ് പെൻഷൻകാർക്കും ജീവനക്കാർക്കും സർക്കാർ നടപ്പാക്കിയ മെഡിസെപ് ചികിത്സാ പദ്ധതിയിലെ അപാകത പരിഹരിക്കുന്നതിനായി ഗുണഭോക്താക്കളുടെ ശില്പശാലയും ചടങ്ങിൽ സംഘടിപ്പിച്ചു. 2025 ജൂൺ 30 കാലാവധി തീരുന്ന സാഹചര്യത്തിൽ കുറ്റമറ്റ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ, KO പൊറിഞ്ചു എന്നിവർ ക്ലാസ് എടുത്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് P തങ്കം, KV രാമകൃഷ്ണൻ, TA വേലായുധൻ, ND പൈലോത്ത്, K സുകുമാരൻ, K സദാനന്ദൻ, MK രമണി എന്നിവർ പ്രസംഗിച്ചു. അതുപോലെ തന്നെ ആദ്യത്തിൻ്റെ കൂടെ അശോകനാഥിൻ്റെ സഹോദരൻ അങ്ങനെ പിന്നെ രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള പോലീസിന്റെ സംഘടിതരായി നിൽക്കുന്നവരെ സഹായിക്കുകയും അസംഘടിതരെ അവഗണിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നതെന്ന് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. SNDP യോഗം കൊടകര യൂണിയൻ നിർമ്മിച്ച ആസ്ഥാന മന്ദിരം ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ SNDP യോഗം പ്രസിഡന്റ് MN സോമൻ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം ദേവസ്വം സെക്രട്ടറി സന്തോഷ് അരയക്കണ്ടി, ശ്രീനാരായണ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് ശ്രീധരൻ ജയകുമാർ, അഖില ഭാരതീയ യജ്ഞസമിതി മുഖ്യ പുരോഹിതൻ അശ്വിനി ദേവ് തന്ത്രി, യൂണിയൻ ജനറൽ സെക്രട്ടറി KR ദിനേശൻ, PK പ്രസന്നൻ, KV സദാനന്ദൻ, സംഗീത വിശ്വനാഥൻ, അനൂപ് K ദിനേശൻ, ശ്രീധരൻ നടുവളപ്പിൽ, NB മോഹനൻ, നന്ദകുമാർ ചക്കമല്ലിശ്ശേരി, പ്രഭാകരൻ മുണ്ടക്കൽ, PK സുഗതൻ എന്നിവർ പ്രസംഗിച്ചു. യൂണിയൻ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന യോഗം പ്രസിഡന്റ് MN സോമനും ഗുരുമന്ദിര സമർപ്പണം ശ്രീധരൻ ജയകുമാറും നിർവഹിച്ചു. ഒരു പ്രസ്താവനയിൽ ഇറങ്ങിയോ? എന്തുകൊണ്ട്? കാര്യം നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കാത്തത് കൊണ്ട് ആർക്കും നമ്മൾ വേണ്ട. നമ്മൾ തിരിച്ചറിവൂടെ പോയില്ല എങ്കിൽ 3-1 എന്ന് പറയുന്ന അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായ SNDP യോഗം ഇന്ന് നിലനിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ അനുഭവിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അതിൽ ബുദ്ധിമുട്ടാൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ സാധാരണക്കാരനായിരിക്കും. നമുക്കറിയാം, ഇന്ന് സാധാരണ അത്യാവശ്യം വിദ്യാഭ്യാസം കേരളത്തിന് പുറത്ത് ചെയ്യാൻ സൗകര്യമുള്ള പിള്ളേരെല്ലാം പുറത്തേക്ക് പോവുകയാണ്. ഓണവിപണി ലക്ഷ്യമിട്ട് നട്ട ചെണ്ടുമല്ലി കൃഷി നേരത്തെ വിളവെടുപ്പിന് പാകമായത് കർഷകർക്ക് തിരിച്ചടിയായി.
പൊലിമ പുതുക്കാട് രണ്ടാം ഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശ്രേയസ് JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കൊളത്തൂരിൽ 75 സെന്റിൽ ഒരുക്കിയ ചെണ്ടുമല്ലി കൃഷിയാണ് അത്തത്തിന് മുൻപേ തന്നെ വിളവെടുപ്പിന് പാകമായത്. അത്തം മുതൽ പൂക്കൾ പഞ്ചായത്തിൽ തന്നെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാട്ടത്തിനെടുത്ത 75 സെന്റിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ആലത്തൂർ ഡിവിഷൻ മെമ്പർ കവിത സുനിലിന്റെ നേതൃത്വത്തിൽ ശ്രേയസ് JLG ഗ്രൂപ്പിലെ അംഗങ്ങൾ തുടർച്ചയായി 2ാം വർഷമാണ് പൂക്കൃഷി ഒരുക്കിയത്. ഓണക്കാലത്ത് പൂക്കളത്തിലെ താരമായ ചെണ്ടുമല്ലി ഭൂരിഭാഗവും തമിഴ്നാട്ടിൽ നിന്നാണ് എത്തുന്നത്. അത്തം മുതൽ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് ഈ പൂവിന്. ഇതിന് ഒരു പരിധിവരെ പരിഹാരമായാണ് കൃഷിയിൽ തൽപരനായ ഭർത്താവ് സുനിലിന്റെ സഹായത്തോടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കവിതയും JLG ഗ്രൂപ്പ് അംഗങ്ങളും ചെണ്ടുമല്ലി കൃഷിയിലേക്ക് ഇറങ്ങിയത്. കൃഷിഭവൻ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങളും സഹായങ്ങളുമായി 3000-ഓളം ഹൈബ്രിഡ് തൈകളാണ് ഇവർ ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്തത്. ചെണ്ടുമല്ലി ആയതിനാൽ അധികം കീടബാധ ഏൽക്കില്ല എന്നതും കൂടുതൽ പരിചരണം ആവശ്യമില്ലാത്തതും ഇവർക്ക് സഹായകമായി. മറ്റ് കൃഷിപ്പണികൾ ചെയ്യുന്നവർക്കും ഏതാനും മണിക്കൂറുകൾ മാത്രം പൂക്കൃഷിക്ക് വേണ്ടി ചെലവിട്ടാൽ മതിയാകും. കഴിഞ്ഞ തവണ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പൂക്കൃഷി വൻ വിജയമായിരുന്നെങ്കിലും ഓണം കഴിഞ്ഞും പൂക്കൾ വിളവെടുപ്പിന് പാകമായത് ഇവർക്ക് തിരിച്ചടിയായിരുന്നു. അതിനാൽ തന്നെ കരുതലോടെയാണ് ഇത്തവണ ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ഇറക്കിയത്. എന്നാൽ അത്തം പിറക്കാൻ ഒരാഴ്ച അവശേഷിക്കെ ഈ ചെണ്ടുമല്ലിത്തോട്ടം വിളവെടുപ്പിന് പാകമായതാണ് ഇവർക്ക് പ്രതിസന്ധിയായത്. പ്രതികൂലമായ കാലാവസ്ഥയും ഇവർക്ക് തിരിച്ചടിയാണ്. ഇടവിട്ട് പെയ്യുന്ന കനത്ത മഴയിൽ തൈകൾ മറിഞ്ഞു വീണത് നിരവധി പൂക്കൾ നശിക്കാൻ കാരണമായി. മണ്ണിന്റെ ഘടനയിലെ വ്യത്യാസവും കാലാവസ്ഥാ വ്യതിയാനവുമാണ് വിചാരിച്ചതിനേക്കാൾ നേരത്തെ പൂക്കൾ വിളവെടുപ്പിന് പാകമാകാൻ കാരണമെന്ന് ഇവർ പറയുന്നു. പല യൂട്യൂബ് ചാനലുകളൊക്കെ നമ്മൾ പൂക്കളെ കുറിച്ചും അതിൻ്റെ പൂക്കൃഷിനെ കുറിച്ചൊക്കെ കാണുമ്പോൾ നമുക്കും ചെയ്താൽ എന്താന്ന് ഒരു പ്രചോദനം വന്നിട്ടാണ് കഴിഞ്ഞ വർഷം ചെയ്തു കഴിഞ്ഞത്. കഴിഞ്ഞ വർഷം ചെയ്തു, നഷ്ടം ഉണ്ടായില്ല, നമുക്ക് മുടക്കുമുതൽ കിട്ടി, ലാഭത്തിൻ്റെ അളവ് കുറവായിരുന്നു മാത്രം. പിന്നെ അപ്പോൾ ഈ വർഷം കൂടി ഒന്ന് ചെയ്യാമെന്ന് കരുതി. കഴിഞ്ഞ വർഷം ഓണം കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതൽ പൂക്കൾ നമുക്ക് ഉണ്ടായത്. ഏകദേശം ജൂൺ പകുതിയോടുകൂടി തന്നെ നട്ടതും. അത് കരുതിയിട്ട് ഇപ്പോൾ ഓണം നമുക്ക് സെപ്റ്റംബറിലേക്ക് മാറിയപ്പോൾ ജൂൺ 15-20 ചെടികൾ നട്ടത്. പക്ഷേ ഇത്തിരി നേരത്തെ ഉണ്ടായിപ്പോയി. നമുക്ക് വിപണി ഓണവിപണി മാത്രമേ ഉള്ളൂ, മറ്റുള്ള മാർക്കറ്റൊന്നുമില്ല. കടക്കാരൊന്നും നമ്മളെ കൃഷിക്കാരൊന്നും സഹായിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും അവരോടായിട്ട് ബന്ധപ്പെടുമ്പോൾ ആർക്കും നാട്ടിലെ പൂവിനോടൊരു താല്പര്യമില്ല. അവർക്ക് തമിഴ്നാട് വരുന്ന പൂവ് തന്നെയാണ് അവർ കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. നമ്മളിപ്പോൾ അമ്പലൂർ തൊട്ട് ചാലക്കുടി വരെ പല കടകളിലും അന്വേഷിച്ചു, പൂ വേണ്ട, ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു നിരുത്സാഹപ്പെടുത്തും കൂടിയാണ്. നമുക്കൊരു സപ്പോർട്ടായിട്ട് ഒരു കടക്കാരും വരുന്നില്ല. അത് വലിയൊരു പ്രശ്നമാണ്. നമുക്കിപ്പോൾ ഓണത്തിന് അത്തം മുതൽ തിരുവോണം വരെയുള്ള കച്ചവടം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അതിൽ മുമ്പുണ്ടാവുന്ന പൂക്കൾ നശിച്ചു പോകും, അതിന് ശേഷം ഉണ്ടാവുന്ന പൂക്കളും നമുക്ക് ഇനിയിപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് 4-ാം തീയതി വിളവെടുക്കാമെന്നാണ്. അതിനു മുമ്പ് വിളവെടുത്താലും വിപണി ഇല്ലാത്തത് കാരണം അത് നാശമായി പോവുകയുള്ളൂ. അപ്പോൾ കിട്ടണ പൂ 4-ാം തീയതി മുതൽ പൊട്ടിച്ച് തുടങ്ങി നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പഞ്ചായത്തിൽ നാട്ടുചന്തയുണ്ട്, അപ്പോൾ അവിടെ കൊടുക്കാം. കൃഷിഭവനിൽ ഇക്കോ ഷോപ്പ് ഉണ്ട്, അതിൻ്റെ അവിടെ ഒക്കെയാണ് വിപണി നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടുന്ന് കച്ചവടക്കാർ വരികയാണെങ്കിൽ അവർക്കും കൊടുക്കും. ഇപ്പോൾ വിളവെടുത്താൽ തന്നെ വിപണിയിൽ ആവശ്യക്കാരില്ലാത്തതും നാട്ടിന് പുറത്തെ പൂവിപണിയിൽ നിന്നുള്ള അവഗണനയും ഇവരെ നിരാശരാക്കുന്നുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന പൂക്കൾ കൂടുതൽ ദിവസം കേടുവരാതിരിക്കും എന്നതാണ് കച്ചവടക്കാർ പറയുന്ന ന്യായം. തങ്ങളുടെ അധ്വാനം ഓറഞ്ച് മഞ്ഞ നിറങ്ങളിൽ പൂവണിഞ്ഞു നിൽക്കുന്നത് സന്തോഷത്തോടെ നോക്കി നിൽക്കുമ്പോഴും അത്തം പിറക്കുന്നതിന് മുൻപ് ഭൂരിഭാഗം പൂക്കളും ഉപയോഗശൂന്യമായി പോകുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട്. കാലാവസ്ഥ അനുകൂലമായാൽ അത്തത്തലേന്ന് ആഘോഷമായ വിളവെടുപ്പ് ഉത്സവത്തിന് തയ്യാറെടുക്കുകയാണ് വയലൂരിലെ ശ്രേയസ് JLG ഗ്രൂപ്പിലെ അംഗങ്ങൾ. അത്തം മുതലാണ് നമ്മുടെ പൂക്കളങ്ങൾ സജീവമാവുക. എന്നാൽ അത്തം പിറക്കാൻ ഒരാഴ്ച ബാക്കി നിൽക്കെ ഈ പൂക്കൾ വിളവെടുപ്പിന് പാകമായതാണ് ഇവർക്ക് പ്രതിസന്ധിയാകുന്നത്. ഇനി ഇവരുടെ ഈ കഠിനാധ്വാനം പൂക്കളങ്ങളായി വിരിയാൻ കാലാവസ്ഥ കൂടി കനിയണ എന്ന പ്രാർത്ഥനയിലാണ് പൂക്കളെ സ്നേഹിക്കുന്ന ഈ JLG കൂട്ടായ്മ. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.
മലയോര ഹൈവേയുടെ ജില്ലയിലെ ഒന്നാമത്തെ റീച്ചായ പീച്ചി മുതൽ വിലങ്ങന്നൂർ വരെയുള്ള റോഡ് നിർമ്മാണം 2 മാസത്തിനകം പൂർത്തിയാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മലയോര ഹൈവേ സമ്മതപത്രം ഏറ്റുവാങ്ങൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിലെ മലയോര ഹൈവേ 3 റീച്ചുകളായാണ് പൂർത്തീകരിക്കുന്നത്. മലയോര ഹൈവേയുടെ 2ാമത്തെ റീച്ച് വിലങ്ങന്നൂരിൽ നിന്നും ആരംഭിച്ച് വെള്ളിക്കുളങ്ങര വരെയും 3ാമത്തെ റീച്ച് വെള്ളിക്കുളങ്ങര നിന്നും ആരംഭിച്ച് ജില്ലാ അതിർത്തി പൂർത്തിയാകുന്നതുവരെയുമാണ്. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിനായി പഞ്ചായത്തിലെ ഭരണപ്രതിപക്ഷം നോക്കാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം KRFBയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ജില്ലാ കളക്ടർ ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗം ചേർന്നിരുന്നു. യോഗത്തിൽ വിലങ്ങന്നൂർ മുതൽ വെള്ളിക്കുളങ്ങര വരെ ദീർഘമായ ദൂരം ഒരുമിച്ച് അനുമതി ലഭിച്ച് ടെൻഡർ ചെയ്യാതെ ഓരോ 10 കിലോമീറ്റർ സാങ്ഷനാകുമ്പോൾ ടെൻഡർ ചെയ്യാം എന്ന് തീരുമാനമെടുത്തതായും അദ്ദേഹം പറഞ്ഞു. സെപ്റ്റംബർ മാസത്തിൽ തന്നെ 80% ടെൻഡർ നടപടികളിലേക്ക് കടക്കാനാകും. 10 കിലോമീറ്റർ വീതം സാങ്ഷനായാൽ 3ാമത്തെ റീച്ചിന്റെയും ടെൻഡർ നടപടികൾ ഇതിനോടൊപ്പം തന്നെ നടത്താമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി സാബു, PS ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ TK ശ്രീനിവാസൻ, PP സുരേന്ദ്രൻ, TA ആരോഷ് എന്നിവർ പ്രസംഗിച്ചു. സംഗീത സംവിധായകൻ സലിൽ ചൗധരിയുടെ ഓർമ്മദിനമായ സെപ്റ്റംബർ 5 വൈകുന്നേരം 4 മുതൽ 6 വരെ കൊടകരയിലെ സ്നേഹ മ്യൂസിയത്തിൽ സലിൽ സംഗീത സന്ധ്യ അരങ്ങേറുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകരയിലെ ആർട്ട് മ്യൂസിയം ഓഫ് ലവ്, വെള്ളിക്കുളങ്ങരയിലെ ശ്യാമ ആർട്ട് ആൻഡ് മ്യൂസിക് അക്കാദമിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സലിൽ സംഗീത സന്ധ്യയിൽ ഗായകരായ ശശി മേനോൻ, വർഗീസ് ജോൺ, ശ്രീനി പാലക്കൽ എന്നിവർ സലീൽ ചൗധരിയുടെ സ്നേഹസുരഭിലമായ ഗാനങ്ങൾ ആലപിക്കും. വാത്സല്യവും സൗഹൃദവും പ്രണയവും നിറയുന്ന ദൃശ്യകലകളിലൂടെയും സംഗീതം, സാഹിത്യം എന്നിവയിലൂടെയും വ്യക്തികൾക്കിടയിൽ ആഴത്തിലുള്ള സ്നേഹവും സാമൂഹിക ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കാൻ ലക്ഷ്യമിട്ട് സ്നേഹ മ്യൂസിയം ഒരുക്കുന്ന പരിപാടികളിൽ ആദ്യത്തേതാണ് സലീൽ സംഗീത സന്ധ്യയെന്ന് സംഘാടകർ പറഞ്ഞു. മ്യൂസിയം ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, ശശി മേനോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാങ്കുറ്റിപ്പാടം 13ാം വാർഡ് തല കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വാർഡിലെ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ശിവരാമൻ പോതിയിൽ അധ്യക്ഷത വഹിച്ചു. TM ചന്ദ്രൻ, ഷാഫി കല്ലൂപ്പറമ്പിൽ, KP ശ്രീധര പിഷാരടി, സാദത്ത് ചെറിയടത്തുപറമ്പിൽ, ലിൻഡോ പള്ളിപ്പറമ്പൻ, ഷൈനി ബാബു, നൈജോ ആൻഡോ, OP ജോണി, ജോസഫ് മലേക്കുടിയിൽ, ജോയ് മംഗലൻ എന്നിവർ പ്രസംഗിച്ചു. അങ്കണവാടിക്ക് 3 സെന്റ് സ്ഥലം നൽകിയ മുരളീധരൻ കാട്ടുങ്ങൽ, വിരമിച്ച സൈനികർ, ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾ, ചിത്രരചന, മുതിർന്ന കർഷകൻ, യുവ കർഷകൻ, ക്ഷീര കർഷകൻ, പൊതുവിതരണ രംഗത്തെ സേവനം, നൃത്തകലയും സ്വയം തൊഴിലും, അജൈവ മാലിന്യ ശേഖരണം, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ്, 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ തൊഴിലാളികൾ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. രാഷ്ട്രശില്പി അദ്ദേഹം പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ് നമ്മുടെ രാജ്യത്തെ സോഷ്യലിസ്റ്റ് ചിന്താഗതിയിൽ മുന്നോട്ട് നയിച്ചത്. അതിലേറ്റവും പ്രാധാന്യം കൊടുത്തത് വിദ്യാഭ്യാസ മേഖലയ്ക്കാണ്. അന്ന് ISRO പോലെ IIT-കൾ, എയിംസ്, അങ്ങനെ യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ അന്നത്തെ ചെറുപ്പക്കാർക്ക്, കുട്ടികൾക്ക് പഠിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കി. അവരൊക്കെ ആ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ പോയി പഠിച്ച് അളകപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക്കിലെ NSS യൂണിറ്റ് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് ലിജോ ജോൺ ഉദ്ഘാടനം ചെയ്തു. NSS കോർഡിനേറ്റർ ജോഷി ആൻഡ്രേസൺ അധ്യക്ഷത വഹിച്ചു. അമല ക്യാൻസർ റിസർച്ച് സെന്റർ അസിസ്റ്റന്റ് പ്രൊഫസർ മനു കഞ്ഞൂർമന ആര്യൻ മുഖ്യ അതിഥിയായി. ക്യാൻസർ എന്ന മാരക രോഗം വളർന്നുവരുന്ന കാലഘട്ടത്തിൽ അതിനെ ചെറുത്തു നിൽക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും രോഗം വരാതിരിക്കാനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. പിന്നെ മറ്റുള്ള ക്യാൻസേഴ്സ് അതിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ടായിരിക്കും സർജറി പോസിബിൾ ആകുന്നത്. സർജറി അവിടെ കേട്ടോ പിൻപോയിന്റ് ചെയ്യാൻ ആ ഏരിയ അതുപോലെ ആ വേറെ ഓർഗനൈസേഷൻ സ്പ്രെഡ് ആവാണ്ടിരിക്കുന്ന എന്നാമത്തെ സർജറി കൃത്യമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. സർജറി എല്ലാ സമയത്തും പോസിബിൾ ആവില്ല. ചുമത്തലാക്കി അപ്പോൾ നമ്മൾ അത് കെമിക്കൽസ് യൂസ് ചെയ്ത്
ട്യൂമറിനെ. അത് കീമോതെറാപ്പി ഒക്കെ താല്പര്യം ഫാസ്റ്റ് ഡിവൈഡിങ് സെൽസ്. നമുക്കറിയാം ക്യാൻസർ സെല്ലിൽ നമ്മുടെ ശരീരത്തിലെ ഒരു പോസ്റ്റേഴ്സിനെ വേർതിരിക്കുന്ന വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ സെല്ല് ഡിവൈഡ് ചെയ്യുക, സ്ലോ ഡിവൈഡിങ് ആണ്. പക്ഷേ ക്യാൻസർ സെല്ല് പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത് പോകും. ഓരോ തവണ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ DNA സിന്തസിസ് ഉണ്ടാവും. DNA ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. വടക്കു കിഴക്കൻ അറബിക്കടലിലും പാകിസ്ഥാൻ തീരത്തിന് മുകളിലായി തുടരുന്ന അസ്ന ചുഴലിക്കാറ്റ് ഞായർ രാവിലെ വരെ ചുഴലിക്കാറ്റായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ത്യൻ തീരത്ത് നിന്ന് അകന്നുപോകുന്ന അസ്ന സെപ്റ്റംബർ 2 രാവിലെയോടെ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറയാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ആന്ധ്രാപ്രദേശിനും തെക്കൻ ഒഡീഷ തീരത്തിനും സമീപം മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. അസ്ന നാളെ രാവിലെ വരെ ചുഴലിക്കാറ്റായി തുടരും. ഇന്ത്യൻ തീരത്ത് നിന്ന് അകലുന്നു. കേരളത്തിൽ 4 ദിവസം ശക്തമായ മഴ വടക്കൻ ആന്ധ്രാപ്രദേശിനും തെക്കൻ ഒഡീഷ തീരത്തിന് സമീപം മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി ദുർബലമായിട്ടുണ്ട്. ഇതിന്റെ ഫലമായി സെപ്റ്റംബർ 4 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ജില്ലയിലെ ആരോഗ്യ കേരളം പദ്ധതിയിലെ എപ്പിഡമോളജിസ്റ്റ്, ഡാറ്റ മാനേജർ, എൻഡോമോളജിസ്റ്റ് എന്നീ തസ്തികകളിലെ നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം സെപ്റ്റംബർ 3 വൈകിട്ട് 5-നകം ആരോഗ്യ കേരളം ജില്ലാ ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖാന്തിരമോ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ 0487 23 25 824. നടത്തറ ഗവൺമെന്റ് ITIയിൽ 1 വർഷത്തെ NCVT അംഗീകൃത കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് SC, ST പൊതുവിഭാഗക്കാർക്കായി സെപ്റ്റംബർ 10 സ്പോട്ട് അഡ്മിഷൻ നടത്തും. വെൽഡർ, വുഡ് വർക്ക്, ടെക്നീഷ്യൻ ട്രേഡുകളിലേക്കാണ് പ്രവേശനം. താല്പര്യമുള്ളവർ രക്ഷാകർത്താവിനോടൊപ്പം ITIയിൽ ഹാജരാകണം. ഫോൺ 0487 23 70 948 9497 366 243 98 95 25 4648 97 45 30 95 89. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6695 രൂപയും പവന് 53,560 രൂപയും രേഖപ്പെടുത്തി. രാപ്പാൾ വടക്കുംനാലത്ത് അച്യുതൻ ഭാര്യ മാലതി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അജിത, മനോജ്, മധു, ദീപ എന്നിവർ മക്കളും ഷിബു, പരേതനായ ഗോപി എന്നിവർ മരുമക്കളുമാണ്. പറപ്പൂക്കര മുത്രത്തിക്കര ചീരംപുള്ളി വിജയൻ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബിന്ദുവാണ് ഭാര്യ. അനന്തു, അശ്വതി എന്നിവർ മക്കളും അരുൺ മരുമകനുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിൽ സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 85 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയതായി ആക്ഷേപം. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് ബാങ്ക് പ്രസിഡന്റ് AV ചന്ദ്രൻ. ബാങ്കിന്റെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമ പ്രവർത്തകന് നേരെ ബാങ്ക് സെക്രട്ടറിയുടെ ഭർത്താവിന്റെ ഭീഷണിയും കയ്യേറ്റ ശ്രമവും. പാലിയേക്കര ടോൾ പ്ലാസയിൽ പുതുക്കിയ നിരക്കുകൾ ഞായറാഴ്ച നിലവിൽ വരും. നിരക്ക് വർധനവിനെതിരെ തിങ്കളാഴ്ച ഹൈക്കോടതി വാദം കേൾക്കാനിരിക്കെ തിരക്കിട്ട് ഞായറാഴ്ച തന്നെ നിരക്ക് വർദ്ധിപ്പിക്കുന്ന നീക്കം ജനങ്ങളോടും നിയമവ്യവസ്ഥയോടുമുള്ള വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ്. ശക്തമായ കാറ്റിൽ പോങ്കോത്രയിൽ തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. വീട് ഭാഗികമായി തകർന്നു. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡലിന് അർഹനായ ഗുരുവായൂർ ACP TS സിനോജിനെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റി ആദരിച്ചു.
ഓണവിപണി ലക്ഷ്യമിട്ട് നട്ട ചെണ്ടുമല്ലി കൃഷി നേരത്തെ വിളവെടുപ്പിന് ഭാഗമായത് കർഷകർക്ക് തിരിച്ചടിയായി. സംഗീത സംവിധായകൻ സലിൽ ചൗധരിയുടെ ഓർമ്മദിനമായ സെപ്റ്റംബർ 5 വൈകുന്നേരം 4 മുതൽ 6 വരെ കൊടകരയിലെ സ്നേഹ മ്യൂസിയത്തിൽ സലീൽ സംഗീത സന്ധ്യ അരങ്ങേറുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.